ശ്രീ വസന്ത് സിറിയക്ക് നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചയായി തന്നെ ഇത് മാറുന്നുണ്ട്. ആ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് സംരക്ഷണം ഒരുക്കും എന്ന നിലയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. BJP-യുടെ പിന്തുണയോടെയാണ് ഈ ആക്രമണങ്ങളും അധിക്ഷേപങ്ങളും നടക്കുന്നത്. അതിന് ചെറുക്കാൻ UDF മുന്നിൽ ഉണ്ടാകും എന്ന് പറയുന്നു. അപ്പോൾ BJP പറയുന്നു, പാലാ ബിഷപ്പിന്റെ നേരെയുണ്ടായ പോപ്പുലർ ഫ്രണ്ട് പ്രതിഷേധത്തെ നേരിടാൻ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്ന കാര്യം. ആ സമയത്ത് ഈ VD സതീശനെയും കണ്ടില്ല, CPM-ന്റെ ആരെയും കണ്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു മാധ്യമവുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ്, ഞങ്ങൾ ബിഷപ്പിനോ സഭയ്ക്കോ എതിരെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അതിനെ മയപ്പെടുത്താനുള്ള ശ്രമവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടല്ലോ. ദീപികയുടെ മാനേജ്മെന്റിനെയാണോ? പിന്നെ അങ്ങ് ചോദിച്ചു കവലച്ചട്ടമ്പി എന്ന് വിളിച്ചാൽ അത് PC ജോർജിനെ അങ്ങ് അധിക്ഷേപിച്ചു കളഞ്ഞു ദീപിക എന്ന് പറഞ്ഞാൽ ഒരു മെത്രാനെ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഹിസ് എക്സലൻസി എന്നാണ് ഈ മെത്രാന്മാരെ അഭിസംബോധന തന്നെ ചെയ്യുന്നത്. അപ്പോ അഭിവന്ധ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ അഭിസംബോധന ഉണ്ടാവുക. ആ അഭിവന്ധ്യ പോസ്റ്റിലിരിക്കുന്ന ഒരാളെ ഊളന്മാർ എന്ന് വിളിച്ചാൽ അയാളെ പിന്നെ കവലച്ചട്ടമ്പി എന്നല്ലാതെ പിന്നെ മാന്യദേഹം എന്ന് വിളിക്കണോ? അതാണോ അങ്ങ് അല്ലെങ്കിൽ BJP ആവശ്യപ്പെടുന്നത്? രണ്ടിവിടെ BJP-യുടെ പ്രതിനിധി പറഞ്ഞു ഷോൺ ജോർജിന്റെയും PC ജോർജിന്റെയും പരാമർശങ്ങൾ അത് വ്യക്തിപരമാണ്. അതെങ്ങനെ അങ്ങനെ എടുക്കാൻ പറ്റുക? ഷോൺ ജോർജ് BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ പരാമർശത്തെ അത് വീട്ടിൽ ഇരുന്നപ്പോൾ തോന്നിയതാണേ, അങ്ങനെ അങ്ങ് പറഞ്ഞതാണേ എന്ന കണക്കിന് പറഞ്ഞിട്ട് നാളെ രാവിലെ വന്ന് കുമ്പിട്ട് ഇപ്പൊ നേരത്തെ ജോർജ് സാറ് പറഞ്ഞതുപോലെ കുനിഞ്ഞ് കയ്യിലെ മുദ്രമോതിരം മുത്തി തിരിച്ചു പോകാൻ ഷോൺ ജോർജിനെയും PC ജോർജിനെ പോലെയുള്ള തൊലിക്കട്ടി ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ മറ്റാർക്കും ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഏത് മൃഗത്തോട് ഉപമിച്ചാലാണ് PC ജോർജിനെയൊക്കെ നമുക്ക് കേരള രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്താൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ വഴിയേ ഉള്ളൂ, അത് കാണ്ടാമൃഗമാണ്. അത്രമാത്രം തൊലിക്കട്ടിയാണ്. മിനിഞ്ഞാന്ന് ഇലക്ഷന്റെ തലേ ദിവസം ഊളന്മാർ എന്ന് വിളിച്ച ഒരാൾക്ക് വേണ്ടി കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് വോട്ട് ചോദിക്കണം എന്ന് പറഞ്ഞ നടപടിയാകോ? ഇപ്പൊ ഞാൻ നാളെ ഈ ചർച്ചയിലിരുന്ന് രേണുവിനെ പറയാണ് രേണു ഒരു ഊളയാണ് എന്ന് പറഞ്ഞിട്ട് നാളെ കഴിഞ്ഞ് തൊട്ട് രേണു എന്നെ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, പരാതി പറഞ്ഞാൽ അതിൽ എന്ത് നീതിയാണുള്ളത്? അതിനെ എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കുക? ഞാൻ അങ്ങേ ഊളയെന്ന് വിളിച്ചു, ഞാൻ അങ്ങേ അധിക്ഷേപിച്ചു, അവഹേളിച്ചു, ഞാൻ അങ്ങേ ആക്ഷേപിച്ചു. അതിനുശേഷം അങ്ങനോട് മര്യാദയ്ക്ക് പെരുമാറണമെന്നും അതേ ഭാഷയിൽ അങ്ങനോട് മറുപടി പറയാത്തത് അങ്ങയുടെ മാന്യത. പക്ഷേ അതിനുശേഷം അങ്ങനെ വീണ്ടും ആനയിച്ചിരുത്തി ചായയും നട്ട്സും തന്ന് ചർച്ചയ്ക്ക് വിളിച്ചിരുത്തണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് സാധ്യമാകുക? അപ്പോ മെത്രാന്മാർ, പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷന്മാർ ജോസ് പുളിക്കപ്പിതാവിനെ പറ്റിയാണ് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. ഇന്ന് പോലും PC ജോർജ് പാലാ രൂപത ആസ്ഥാനത്ത് പോയി നിന്ന് കാഞ്ഞിരപ്പള്ളി മെത്രാനെ അസഭ്യം പറയുകയാണ്. അപ്പോ അങ്ങനെ ഇദ്ദേഹം ഇലക്ഷന്റെ തലേ ദിവസം വിളിച്ചിട്ട് ഊളകൾ എന്ന് വിളിച്ചപ്പോ അതിന് തിരിച്ച് ആ രീതിയിൽ മറുപടി പറയാത്തത് സഭയുടെ മാന്യതയാണ്. അപ്പൊ സഭ അത് പറഞ്ഞില്ല. എന്നിട്ട് അതിന്റെ പിറ്റേ ദിവസം തൊട്ട് PC ജോർജിന് വേണ്ടി സഭ വോട്ടും കൂടെ ചോദിക്കണം എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുക? രണ്ട് ഘടനാപരമായ തെറ്റുകൾ ഈ ചർച്ചയിൽ BJP പ്രതിനിധി പറഞ്ഞു. ഒന്ന്, ഫാരിസ് അബൂബക്കറിന്റെ പത്രമാണ് ദീപിക എന്ന്. ദീപിക പത്രമുത്തശ്ശിയാണ്, പത്രമുത്തശ്ശി. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡെയിലികളിൽ ഒന്ന് ഡെയിലി. അങ്ങനെയുള്ള ഒരു പത്രത്തെ ഫാരിസ് അബൂബക്കറിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാനൊന്നും BJP കിണഞ്ഞങ്ങ് പരിശ്രമിക്കണ്ട. അങ്ങേക്കെന്നല്ല, രാഷ്ട്രീയ ബോധമുള്ള എല്ലാവർക്കും അറിയാം ദീപികയുടെ നിറം അത് കത്തോലിക്ക സഭയുടെ നിറം തന്നെയാണ്. ദീപിക കത്തോലിക്ക സഭയ്ക്ക് അല്ല, ദീപികയുടെ എഡിറ്റോറിയൽ കത്തോലിക്ക സഭ തള്ളി പറയുന്നോളം വരെ അത് കത്തോലിക്ക സഭയുടെ എഡിറ്റോറിയൽ ആണ്. അത് ഞാൻ പറയേണ്ടതല്ല, പക്ഷേ ബഹുമാനപ്പെട്ട അച്ഛനത് പറയാൻ വിട്ടുപോയി. കത്തോലിക്ക സഭയെ തള്ളി പറഞ്ഞോളം വരെ ദീപികയുടെ എഡിറ്റോറിയൽ കത്തോലിക്ക സഭയുടെ എഡിറ്റോറിയലാ, അവർ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോ ഫാരിസ് അബൂബക്കറിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടി ആ കൂടെ കുറച്ച് വോട്ട് പിടിച്ചേക്കാം എന്നുള്ള ശ്രമവും ആ ദുഷ്ടലാക്കുമൊക്കെ കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കിയാൽ മതി. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇവർ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറഞ്ഞ് കേക്കും ക്രിസ്മസ് സമ്മാനവും ഈസ്റ്റർ എഗ്ഗും ഒക്കെ ആയിട്ട് അരമനകൾ കയറി ഇറങ്ങി നടന്ന സമയത്ത് ഇവർക്ക് ഈ ബോധം തോന്നിയില്ലല്ലോ. ക്രിസ്ത്യൻ സഭകളെ തന്നെ, അവരുടെ സ്ഥാപനങ്ങളെ തന്നെ, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെ തന്നെ നേരിട്ട് ബാധിക്കുന്ന FCRA അമെന്റ്മെന്റ്. ആ FCRA അമെന്റ്മെന്റ് വരുമ്പോ അയ്യോ കുഴപ്പമില്ല, ഷോൺ ജോർജും PC ജോർജും നമുക്കുണ്ടല്ലോ, ഡിങ്കൻ ഉണ്ടല്ലോ, മായാവി ഉണ്ടല്ലോ, പ്രശ്നമില്ല, നമുക്ക് സമാധാനത്തോടു കൂടി ഇരിക്കാം എന്ന് പറഞ്ഞ് സഭ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ആ പണിയൊന്നും നടക്കില്ല. ആ തിട്ടൂരൊന്നും ഇവിടെ വില പോവില്ല. അവരുടെ ഒരു മിനിറ്റ് രേണു, ഞാൻ അവസാനിപ്പിക്കാം. അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം
ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു ഭരണകൂടം ഇടപെടാൻ പോവുകയാണ്. നേരത്തെ ജോർജ് സാർ വളരെ കൃത്യമായി അത് അടയാളപ്പെടുത്തി. നോക്കൂ, സ്റ്റാലിനെ പോലെ ഹിറ്റ്ലറെ പോലെ ഫാസിസ്റ്റിക്കായി ഒരു സംവിധാനത്തിന്റെ കഴുത്തിന് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു നിയമവുമായി ഒരു ഗവൺമെന്റ്, ഒരു ഭരണകൂടം നേരിട്ടിറങ്ങി പുറപ്പെടുമ്പോൾ ആ ഫാസിസത്തിനെതിരെ ശബ്ദിക്കാൻ പറ്റിയില്ലെങ്കിൽ ദീപിക അടച്ചുപൂട്ടണം എന്നാണ് എന്റെ അഭിപ്രായം. അതിനെതിരെ ശബ്ദിച്ചില്ലായിരുന്നെങ്കിൽ ദീപിക പിരിച്ചുവിടുന്നതാണ് നല്ലത്. അതിനെതിരെ സംസാരിച്ചില്ലെങ്കിൽ കത്തോലിക്ക സഭ ഈ പണി നിർത്തുന്നതാണ് നല്ലത്. അതിനെതിരെ സംസാരിച്ചു എന്നതാണ് തെറ്റ്. അതിനെതിരെ സംസാരിച്ചു എന്ന തെറ്റിന്റെ പേരിൽ, അതായത് അവർക്കെതിരെ, കത്തോലിക്ക സഭയ്ക്കെതിരെ അവർക്ക് നീതി ലഭ്യമാകാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ, നാട്ടിൽ ജസ്റ്റിസ് ഇല്ലാതാകുമ്പോൾ അതിനെതിരെ അവർ ശബ്ദിച്ചാൽ ഉടനെ അവരെ വളഞ്ഞിട്ട് ആക്രമിച്ചു കളഞ്ഞേക്കാം. അതിന് വാപോയ കോടാലിയായ ഈ കേരള രാഷ്ട്രീയത്തിലെ സെപ്റ്റിക് ടാങ്കിനോട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നാക്കുള്ള, വിശ്വവിഖ്യാത നാക്കുള്ള PC ജോർജിനെ ഉപയോഗിച്ചുകൊണ്ട് അയ്യോ അത് PC ജോർജ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് BJP അതിന്റെ പുറകിൽ നിന്ന് പപ്പറ്റ് കളിക്കുന്നുണ്ടെങ്കിൽ ആ കളി അപകടത്തിനാണ് എന്ന് BJP മനസ്സിലാക്കിയാൽ മതി. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ സുരേഷ് കുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് വോട്ടൊക്കെ വേറെ വഴിക്ക് പോയി, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളും ആ സമീപനം സ്വീകരിക്കും എന്ന ഒരു നിലപാട് സ്വീകരിക്കപ്പെടുന്നത്. വോട്ട് അഭ്യർത്ഥിക്കുക എന്നതിനപ്പുറം ഇത്തരം നിലപാടുകൾ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായവരിൽ നിന്ന് ഉണ്ടാകുന്നു എന്നത് എങ്ങനെ നമ്മൾ കാണണം? അതെന്തൊരു ഭീതിതമായ ഒരു സാഹചര്യമാണ്. എങ്ങനെയാണ് താങ്കൾ ഇപ്പോഴുണ്ടാകുന്ന ഈ സംഭവ വികാസങ്ങളെ നോക്കിക്കാണുന്നത്? ഇന്ത്യ മഹാരാജ്യത്ത് RSSും സംഘപരിവാര സംഘടനകളും BJP ഉൾപ്പെടുന്നവരുടെ സംഘപരിവാര സംഘടനകൾ അവരുടെ ഒരു പ്രവർത്തന ശൈലിയും രീതിയും ഉണ്ട്. ആ പ്രവർത്തന ശൈലിയിലും രീതിക്കകത്തും ക്രൈസ്തവ മിഷണറിമാരെയും ക്രൈസ്തവ സഭകളെയും അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തെയും ഒക്കെ അവർ ഏത് വീക്ഷണകോണിലൂടെയാണ് നോക്കിക്കാണുന്നത് എന്നതിന്റെ ഏറ്റവും ഉത്തമമായ ദൃഷ്ടാന്തമാണ് ഇന്നലെ ഇന്നുമായിട്ടൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പൊ ശ്രീമാൻ PC ജോർജും അദ്ദേഹത്തിന്റെ മകനും കാണിക്കുന്നത് ഒരു അധിക ചാമ്പ്യന്മാരായി തീരുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ വെളിച്ചപ്പാടാകുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ നീക്കമാണ് അവർ നടത്തുന്നത്. ഞാൻ മുൻപേ എന്ന രൂപത്തിൽ പുരോഹിതന്മാരെ, പിതാക്കന്മാരെ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള അനാവശ്യങ്ങൾ തെറി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ പാർട്ടിക്കകത്ത് ഏറ്റവും വലിയ ചാമ്പ്യന്മാരായി തീരുമെന്ന അവരുടെ മിഥ്യാധാരണയാണ് അവരെ കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ പ്രേരിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇത് തന്നെയാണ്, ഇതിനേക്കാൾ ഭീകരമായ രൂപമാണ്. ഇത് ടെസ്റ്റ് ഡോസ് ആണ്. ഇതിനേക്കാൾ ഭീകരമായ രൂപമാണ്. ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന തിട്ടൂരം നിങ്ങൾ പാലിച്ചില്ല എങ്കിൽ ഞങ്ങൾ എടുക്കാൻ പോകുന്ന ആയുധങ്ങൾ ഏതൊക്കെയാണ് എന്നത് ഒന്നൊന്നായി അവർ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭീകരമായ രൂപമാണ് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നടക്കുന്നത്. അത് ഛത്തീസ്ഗഡിലായിരുന്നാലും ശരി, രാജസ്ഥാനിലായിരുന്നാലും ശരി, അതുപോലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇപ്പോ ഏറ്റവും നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള ചില കാഴ്ചകളുണ്ട്. അത് ഒറീസയിൽ ആ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം തീ കൊളുത്തി കൊലപ്പെടുത്തിയത് മുതൽ ഇങ്ങോട്ട് പാലായനം ചെയ്യുന്ന സഭകൾക്കകത്ത് കയറി യാതൊരുവിധ മര്യാദയ്ക്ക് വളരെ ശാന്തരായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.